രാജ്യത്ത് വെറുപ്പിന്റെ രാഷ്ട്രീയം പടർത്തുന്നവരെ തിരിച്ചറിയണമെന്ന് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ. രാജ്യത്തിന്റെ വിധി നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധാപൂർവ്വം വോട്ട് ചെയ്യണമെന്നും കാന്തപുരം പറഞ്ഞു. കെ.ടി. സ്വാലിഹ് കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് മലപ്പുറത്തു നിന്നും. സ്വാലിഹ്, വ്യക്തമായ സന്ദേശമാണ് ഇത്തരമൊരു സദസ്സിൽ ഇപ്പോൾ കാന്തപുരം പറഞ്ഞു വെക്കുന്നത്. പ്രത്യേകിച്ച് ധ്രുവീകരണത്തിനെതിരെ ശക്തമായ ഒരു സന്ദേശമായി ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്ന പ്രക്രിയ മാറണമെന്നും പറഞ്ഞു വെക്കുന്നു. റംസാൻ 27-ാം രാവിനോടനുബന്ധിച്ച് മലപ്പുറം സലാത്ത് നഗറിൽ നടന്ന സലാത്ത് സമ്മേളനത്തിലാണ് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ പ്രതികരണം. വളരെ ശ്രദ്ധയോടുകൂടി വോട്ടവകാശം വിനിയോഗിക്കണം. രാജ്യത്ത് വിദ്വേഷം പടർത്താൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. അവർക്കെതിരെ തെരഞ്ഞെടുപ്പ് ഉപയോഗപ്പെടുത്തണം. അതോടൊപ്പം സ്ഥാപനങ്ങളും മുസ്ലിം സ്ഥാപനങ്ങളും സംരംഭങ്ങളുമെല്ലാം നിലനിർത്താൻ കഴിയണം. അതിനനുസരിച്ചുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടത്തണം എന്നാണ് കാന്തപുരം പറഞ്ഞത്. കേരള മുസ്ലിം ജമാഅത്തിന്റെ ജനറൽ സെക്രട്ടറി ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങളും വേദിയിൽ ഇതേ കാര്യങ്ങൾ ആവർത്തിക്കുകയുണ്ടായി. ന്യൂനപക്ഷങ്ങൾക്ക് സമാധാനം നൽകുന്ന പാർട്ടികൾക്കാണ് വോട്ട് ചെയ്യേണ്ടത്. ജനാധിപത്യവും ഭരണഘടനയും സംരക്ഷിക്കുന്നവർക്ക് വോട്ട് ചെയ്യണം. ഭിന്നത ഉണ്ടാക്കുന്നവരെ തിരിച്ചറിയണമെന്ന് ഖലീൽ തങ്ങളും ഈ വേദിയിൽ പറയുകയുണ്ടായി. ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത പരിപാടി കൂടിയാണിത്. കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ പൊതുവിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്താറില്ല. ഏതെങ്കിലും ഒരു പാർട്ടിയെ പിന്തുണച്ച് രംഗത്ത് വരുന്ന ആളുമല്ല. പക്ഷേ ഇത്തവണ വലിയ ധ്രുവീകരണ രാഷ്ട്രീയം നടക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ആർക്ക് വോട്ട് നൽകണമെന്ന ഒരു സന്ദേശം കാന്തപുരം തന്റെ പ്രസംഗത്തിലൂടെ വ്യക്തമാക്കുന്നത്. അതുതന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വാലിഹ്, കാന്തപുരത്തെ പോലൊരു വ്യക്തി ലക്ഷക്കണക്കിന് ആളുകൾ കൂടിയിരിക്കുന്ന ഒരു വേദിയിൽ ഇത്തരത്തിലൊരു സന്ദേശം അത് അപൂർവമായി പറഞ്ഞു വെക്കുന്ന ഒരു സന്ദർഭം എന്ന് പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ അത്രത്തോളം രൂക്ഷമായ ഒരു സാഹചര്യത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന നിലയ്ക്കും ഒരു വിധിയെഴുത്ത്, ഒരു വിലയിരുത്തൽ ഉണ്ടാകുന്നു എന്നത് തന്നെയല്ലേ? തീർച്ചയായും ദേശീയ രാഷ്ട്രീയം കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളെല്ലാം വളരെ ഗൗരവത്തോടെ നിരീക്ഷിച്ചു വരുന്നുണ്ട്. ഇതിൽ കേരളത്തിലെ പാർട്ടികൾ എടുക്കുന്ന നിലപാടുകൾ കേരളത്തിൽ പൊതുവെ മുസ്ലിം സമുദായം ചർച്ച ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഘട്ടങ്ങളിലെല്ലാം, പ്രചാരണ വേദികളിലെല്ലാം തന്നെ നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. പൗരത്വ ഭേദഗതി നിയമം പോലുള്ള വിഷയങ്ങളിൽ UDF എടുക്കുന്ന സമീപനം, പ്രത്യേകിച്ച് കോൺഗ്രസ് എടുക്കുന്ന സമീപനമെല്ലാം മുസ്ലിം സമുദായത്തിന് ഇടയിൽ വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ കൂടിയാണ് കാന്തപുരം ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന ഒരു സന്ദേശം നൽകുന്നത്. ഖലീൽ തങ്ങളും അത് തന്നെ പറയുന്നു. ന്യൂനപക്ഷങ്ങൾക്ക് സമാധാനം നൽകുന്ന പാർട്ടികളെ തെരഞ്ഞെടുക്കണമെന്ന ഒരു സന്ദേശം നൽകുന്നു. ഈ വേദിയിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പ്രതിനിധികളോ മറ്റോ ഇല്ലാത്ത ഒരു സദസ്സിൽ കൂടിയാണ്, ഒരു ആത്മീയ സദസ്സിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരും കേരള മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങളും നടത്തിയത്. സ്വാഭാവികമായും മതന്യൂനപക്ഷങ്ങൾ വളരെ പ്രതീക്ഷയോടെ ഇടതുപക്ഷത്തെ കാണുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഒരു പ്രസ്താവന. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു സന്ദേശം സ്വന്തം അണികൾക്ക് നൽകുക കൂടിയാണ് ഈ വേദിയിൽ ചെയ്തത്.